നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാരമാണ്. വിപണിയെ സംബന്ധിച്ചോളം വലിയ നഷ്ടങ്ങൾ ഉണ്ടായ വാരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. 2015 ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ ഒരു വാരമാണ് കടന്നു പോകുന്നത്. വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് തന്നെ നോക്കുക. 28,500 മുകളിലാണ് സെൻസെക്സിൻ്റെ ക്ലോസിംഗ് ഉണ്ടായത്. കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഏകദേശം 1,500 പോയിൻറ്റിൻ്റെ നഷ്ടമാണ് സെൻസെക്സിൽ സംഭവിച്ചത്. നിഫ്റ്റിയും 8,600 ലെവലിലേക്ക് എത്തുന്നതും നമ്മൾ കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളിയാഴ്ചയും വളരെ ശക്തമായ ഒരു ഇടിവ് ആ വിപണിയിലുണ്ടായി. ഗ്ലോബൽ ന്യൂസുകളെല്ലാം വിപണിയെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സ്വാധീനിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ വെള്ളിയാഴ്ചയും ഇടിവുണ്ടായി. പല കാരണങ്ങൾ അതിന് ഉണ്ട്. ഒപ്പം തന്നെ പാർലമെൻറ്റ് ഇൻഷുറൻസ് ബില്ല് പാസ്സാക്കുന്നു, രാജ്യസഭ ബില്ല് പാസ്സാക്കി തുടങ്ങി നിരവധി ഘടകങ്ങളിരിക്കുന്നു. ഇനി ഏപ്രിൽ RBIയുടെ പോളിസി വരാനിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ വരാനിരിക്കുന്ന ആഴ്ചകളിൽ സംഭവിക്കാനുമുണ്ട്. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കത്തിലും പതുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രനാണ് ചേരുന്നത്. നമസ്കാരം ഭുവനേന്ദ്രൻ. ഏറ്റവും ആദ്യം പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ആഴ്ച ഒരു വലിയൊരു സെറ്റ്ബാക്കാണ് വിപണിക്ക് ഉണ്ടായത്. വെള്ളിയാഴ്ചത്തെയും ഒരു ക്രാഷ് നമ്മൾ കണ്ടു. എന്താണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം? നിക്ഷേപകർ സ്വാഭാവികമായിട്ടും ചെറിയ ഒരു പരിഭ്രാന്തിയിലായിരിക്കും. പലരും അവസരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം. എങ്കിലും എങ്ങനെ കാണാം മാർക്കറ്റ്? ഫ്രൈഡേ മാർക്കറ്റിൽ വളരെ ഷാർപ്പായുള്ള കറക്ഷൻ. കാരണം ഇൻഷുറൻസ് ബില്ല് രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സാക്കിയതിൻ്റെ ഒരു എനർജിയിലാണ് മാർക്കറ്റ് ഓപ്പണിംഗ് ഫ്രൈഡേ വന്നത്. എന്നാൽ അത് ആ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാൻ മാർക്കറ്റിന് കഴിഞ്ഞിട്ട് 253 പോയിന്റ് ഓപ്പണിംഗ് സമയത്ത് സെൻസെക്സ് ബെറ്റർ ആയിരുന്നു. ആ സമയത്താണ് കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്റ്റീവ് ആയ സമയത്തേക്കാണ് ഒരു സെൽ ഓഫ് വന്നത്. കാരണം ഇതിൻ്റെ പ്രധാന റീസൺ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ 5.37 ഇൻക്രീസ് ചെയ്തു എന്നുള്ള ന്യൂസ്. എനിക്കറിയില്ല, ഇതിൻ്റെ ഒരു നല്ല എനർജിയിൽ നിന്ന സമയത്താണ് ഇത്. തലേ ദിവസം സംഭവിച്ച കാര്യമാണ്. എന്നാൽ 10 മണിയോടുകൂടി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്റ്റീവായ സമയത്ത് കാലം കഴിഞ്ഞോ? അതെ, അതൊരു വലിയ ഫിയർ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു സ്പെക്കുലേഷൻ ആയിരിക്കാം. കാരണം ഈ ഇൻഫ്ലേഷൻ കൂടുന്നത് ഏപ്രിൽ മാസത്തിൽ ഒരു റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുകയാണ്. കാരണം ഓവർ എ പീരീഡ് ഓഫ് 1 ഇയർ ഇൻട്രസ്റ്റ് റേറ്റിൽ വലിയൊരു കുറവ് സംഭവിക്കുമെന്ന് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നിരുന്നു. എന്നാൽ അതിന് വിപരീതമായി ഇൻഫ്ലേഷനിൽ ചെറിയൊരു ഇൻക്രീസ് വന്നത് മാർക്കറ്റ് അതിനെ വളരെ നെഗറ്റീവായി കണ്ടു. ഇതൊക്കെ ഒരു റീസണാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് തന്നെയാണ് ഒരു പ്രധാന റീസൺ. കാരണം നല്ല മൊമെൻറ്റം വളരെ പോസിറ്റീവായി നിന്ന സമയത്താണ് മാർക്കറ്റ് അവേഴ്സിന് ശേഷമാണ് ഇൻഫ്ലേഷൻ. ഇങ്ങനെ ഓരോ ന്യൂസുകൾ മാർക്കറ്റ് ആദ്യം കറക്റ്റ് ചെയ്യും. അതൊരു ഹ്യൂജ് സെൽ ഓഫ് കൊണ്ട് തന്നെ അതിനൊരു റീസൺ കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം മാർക്കറ്റിനെ സംബന്ധിച്ച് ഇൻഷുറൻസ് ബില്ല് വലിയൊരു ബൂസ്റ്റ് തന്നെയാണ്. മാർക്കറ്റിനെ സംബന്ധിച്ച് അത് പാസ്സാക്കി എടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഗവൺമെൻറ് റൈറ്റ് ട്രാക്കിലാന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ്. പക്ഷേ അതിനോട് പോലും മാർക്കറ്റ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തില്ല. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെൽ ഓഫ് തന്നെയാണ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഇതൊക്കെ ഒരു സ്പെക്കുലേഷൻ ആണല്ലോ. അപ്പോൾ ലാർജ് സെൽ ഓഫ് വന്നു. അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ കണ്ടത്. അതിനൊരു റീസൺ എന്ന് പറയുന്നത് ചെറിയ ഇൻഫ്ലേഷനിൽ ചെറിയൊരു ഇൻക്രീസ് വന്നത് വരും ദിവസങ്ങളിൽ റേറ്റ് കട്ടിനൊരു വിരാമമാകുമോ എന്നുള്ളൊരു ഫിയർ മാർക്കറ്റിനെ ഹോണ്ട് ചെയ്തു. അതിൻ്റെ ആ റീസണാണ് ഇപ്പോൾ പറയുന്നത്. എനിക്കതൊരു ജെന്യുവൻ റീസൺ ആയിട്ട് പോലും തോന്നുന്നില്ല. ഇതൊക്കെ ഒരു പ്യുവർ സ്പെക്കുലേഷൻ എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് എടുക്കുന്നത്. എന്തായാലും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എപ്പോഴും ഓപ്പർച്യൂണിറ്റി നല്ല സ്റ്റോക്കിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. കാരണം ഓവറോൾ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. നമുക്കറിയാം ഓരോ സെൻസെക്സ് ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. ദെൻ അതിൻ്റെ കൺസോൾട്ടേഷൻ. ഇപ്പോൾ 2003 നിന്നും മാർക്കറ്റ് നമ്മൾ 2008 ഒരു വലിയ റൈഡ് മാർക്കറ്റിലുണ്ടായിരുന്നു. ഒരു ബുൾ ഫേസ് ആയിരുന്നു. ആ റൈഡിലൊക്കെ തന്നെ വളരെ ഷാർപ്പായുള്ള കറക്ഷൻസ് ഒക്കെ മാർക്കറ്റിൽ സംഭവിച്ചു. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓരോ കറക്ഷനും അല്ലെങ്കിൽ ഓരോ അപ്പ് മൂവും പുതിയ ഹൈ ബ്രേക്ക് ചെയ്താണ് പോകുന്നത്. നമുക്കറിയാം 8,200 ആയിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. ദെൻ 8,400 വന്നു. ദെൻ 7,700 വന്നു. ദെൻ അഗെയിൻ 8,800 പോകുന്നു. വീണ്ടും മാർക്കറ്റ് 8,000 ആണ്. അപ്പർ സൈഡ് അറസ്റ്റ് ചെയ്തു പോവുകയാണ്. 8,800 നിന്ന് വീണ്ടും മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചു. 8,450 വന്നു. ദെൻ അടുത്ത മാർക്കറ്റ് മൂവ് ലാസ്റ്റ് റേറ്റ് കട്ട് ബജറ്റിന് ശേഷം 9,100 വരെ നിഫ്റ്റി പോയി. 30,000 സെൻസെക്സ് മൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബുൾ റൈഡാണ്. അതിൻ്റെ അപ്പർ സൈഡാണ് ബ്രേക്ക് ചെയ്തു പോകുന്നത്. ദെൻ ആ 9,100 ശേഷം അല്ലെങ്കിൽ സെൻസെക്സിൻ്റെ 30,000 ശേഷമുള്ള ഒരു കറക്ഷനാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് 8,650 നിൽക്കേണ്ടതാണ് നോർമലി. എന്നാൽ ക്ലോസിംഗ് 8,647 ക്ലോസിംഗ് വന്നിരിക്കുന്നത്. 8,620 അഗൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അനദർ ഒരു 150 to 200 പോയിന്റ്സിന്റെ ഡ്രോപ്പ് 8,400 450 മൂവ് ചെയ്യുക. അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ കറണ്ട് ലെവലിൽ ഈ ഒരു സെൽ ഓഫ് നിന്ന് വീണ്ടും അടുത്ത റൈഡിലേക്ക് മാർക്കറ്റ് പോകാൻ തന്നെയാണ് സാധ്യത കൂടുതലായി കാണുന്നത്.
ഇൻഷുറൻസ് ബില്ല് പാസ്സായി അതിൻ്റെ ഒരു ആഘോഷം ഇന്നലെ വിപണിയിൽ തുടക്കത്തിൽ കണ്ടതുമാണ്. മാത്രമല്ല ഈ ബില്ലിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പണം ഇന്ത്യയിലേക്ക് എത്തുന്നു, കൂടുതൽ ആ മേഖലയിലേക്ക് വലിയൊരു വിദേശ നിക്ഷേപം വരാൻ പോകുന്നു. ഇതെല്ലാം വിപണി എങ്ങനെയാണ് കാണുന്നത്? എത്രത്തോളം പോസിറ്റീവ് ആയിരിക്കും വിപണി? ഇത് വളരെയധികം കാത്തിരുന്നൊരു ബില്ലാണ്. കാരണം ഈ ബില്ല് പാസ്സാകാൻ വേണ്ടി മാർക്കറ്റ് നോക്കി നിന്നതായിരുന്നു. എന്നാൽ ബില്ല് പാസ്സായി, 2 സഭയിലും അത് പാസ്സായി. മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയൊരു ബൂസ്റ്റ് തന്നെയാണിത്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഇത് കൂടുതൽ ഫോറിൻ ഫണ്ട് ഇന്ത്യയിലേക്ക് വരികയും അതുപോലെ തന്നെ നമ്മൾക്കറിയാം 2003 ഞാൻ നേരത്തെ 2003 to 2008 വരെയുള്ള ബുൾ റൈഡിൽ മേജർ പാർട്ടിസിപ്പേഷൻ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയായിരുന്നു. ആ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ട് കളക്ഷൻ എന്ന് പറയുന്നത് ത്രൂ ഇൻഷുറൻസ് കമ്പനികളായിരുന്നു. നമുക്കറിയാം ICICI ആണെങ്കിലും SBI ആണെങ്കിലും ഈവൻ LIC ആണെങ്കിലും ഒക്കെ തന്നെ വളരെ ആക്റ്റീവായിരുന്നു. റീറ്റെയിൽ ചെറിയ ഗ്രാമങ്ങളിൽ പോലും യൂലിപ്പ് അത് റോങ് സെല്ലിംഗ് നടന്നെങ്കിലും വലിയൊരു ഫണ്ട് കളക്ഷൻ റൂറൽ ഏരിയയിൽ നിന്ന് പോലും വന്നിരുന്നു. ഇന്ന് ആ ഫ്ലോ മുഴുവൻ നിലച്ചു. അതുകൊണ്ടാണ് FISന്റെ ബൈയിങ് വരികയാണെങ്കിൽ മാത്രം മാർക്കറ്റ് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഷുറൻസ് ബില്ല് വരുന്നത്, ആ ഇൻഷുറൻസ് കമ്പനികളുടെ ലിസ്റ്റിംഗ് വരും, അത് ത്രൂ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുന്നതും ഇതൊക്കെ തന്നെ വളരെ പോസിറ്റീവാണ്. കൂടുതൽ ഫണ്ട് വരുന്നു, മാർക്കറ്റ് ഇതിൻ്റെ ലിസ്റ്റിംഗ് ത്രൂ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുന്നു. ഓവറോൾ മാർക്കറ്റിന് ഇതൊരു ബൂസ്റ്റ് തന്നെയാണ്. എന്നാൽ അതിനോട് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ മാർക്കറ്റിന് സാധിച്ചില്ല. ആ മൊമെൻ്റ് ഒരു ഹാഫ് ആൻ അവർ മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു. പക്ഷേ ലോങ് റണ്ണിൽ ഇത് വളരെ പോസിറ്റീവാണ്. ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ് എടുക്കുന്ന ഡിസിഷൻ, ഇപ്പോൾ നമുക്ക് കുറേയധികം ബില്ലുകൾ പാസ്സാകുന്നു. ഇപ്പോൾ കോളിൻ്റെ ഓപ്ഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് നടന്നു, ടെലികോം ഓപ്ഷൻ പെർഫെക്റ്റ് ആയിട്ട് നടന്നു, ഇൻഷുറൻസ് ബില്ല്. ഇപ്പോൾ ഗവൺമെൻറ് റൈറ്റ് ട്രാക്കിലാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് കാണണമെങ്കിൽ എനിക്ക് അനദർ ഒരു 1 year കൂടി കാത്തിരിക്കേണ്ടി വരും. കാരണം ടോട്ടലി ഡാമേജ് ആയ ഒരു സിസ്റ്റത്തിൽ നിന്നും കുറച്ച് റെക്ടിഫിക്കേഷൻ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് കാണും. പക്ഷെ മാർക്കറ്റ് ഈസ് ഫ്യൂച്ചർ. മാർക്കറ്റ് പലപ്പോഴും പല നമ്മൾ മീഡിയയിലൊക്കെ കാണാം, സ്റ്റോക്ക് മാർക്കറ്റിന് മാത്രമേ മോദി ഗവൺമെൻറ് ഗുണമുണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ ഭരണം കൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഫ്യൂച്ചറാണ്. അത് വരാനിരിക്കുന്ന ഗ്രോത്തിനെ നേരത്തെ കാണുകയും അതിനോട് വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം മാത്രമേ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ ബാക്കി ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് ആ ഗ്രോത്ത് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം 2008 ജനുവരിയിലെ ആ ഹൈക്കിന് ശേഷം മാർക്കറ്റിൽ ക്രാഷ് ആദ്യം സ്റ്റോക്ക് മാർക്കറ്റിലാണ് ക്രാഷ് വന്നത്. അതെന്താണെന്ന് ഗ്ലോബൽ ഇഷ്യൂ പല കാരണങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് റൂട്ട് ലെവലിലേക്ക് അത് ബാധിക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റിലും വളരെയധികം ആളുകൾ തൊഴിൽ പോകുന്നൊരു സിറ്റുവേഷനിലേക്കൊക്കെ പോയി. പക്ഷേ ഇന്ന് മാർക്കറ്റ് ബൂസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് തീർച്ചയായും അടുത്ത 1 yearനുള്ളിൽ കൂടുതൽ തൊഴിലവസരം വരും, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരും, കമ്പനികൾ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യും. കാരണം ഈ 3rd quarter റിസൾട്ട് മോശമായിരുന്നു, 4th quarterും വലിയൊരു ബെറ്റർ റിസൾട്ട് വരാൻ സാധ്യത കുറവ്. എന്നാൽ 1st quarter ഓൺവേർഡ്സ് എനിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരികയാണെങ്കിൽ വീണ്ടും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കമ്പനി അനൗൺസ് ചെയ്യാൻ തുടങ്ങും. എക്കണോമിക് സിറ്റുവേഷനിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. കാരണം ഈ ഒരു ഭരണത്തിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. കാരണം ഗവൺമെൻറ് എഫക്റ്റീവായി പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ നമുക്കറിയാം വളരെയധികം ആരോപണങ്ങൾ ഒരു ഗവൺമെൻറ്റിനെതിരെ വരികയാണെങ്കിൽ ആ ആരോപണങ്ങൾ സോൾവ് ചെയ്യാൻ മാത്രമേ ഗവൺമെൻറ്റിന് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മൻമോഹൻ സിംഗ് നല്ലൊരു ഭരണാധികാരിയായിരുന്നു, എന്നാൽ ഒട്ടനവധി ഇഷ്യൂസ് പുള്ളിയെ ഹോണ്ട് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നല്ല മെജോറിറ്റി ഉണ്ട്, വലിയ വലിയ ആരോപണങ്ങൾ ഹോണ്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ സ്ഥിതി തന്നെ അറിയാം, ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, കാരണം ഒട്ടനവധി ഇഷ്യൂസ് അവരെ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അടുത്തൊരു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ വലിയൊരു ചേഞ്ച് സംഭവിക്കും. അതിൻ്റെ എല്ലാം തന്നെ ഇപ്പോൾ കോൾ ഓപ്ഷൻ ആണെങ്കിലും ഇൻഷുറൻസ് ബില്ല് ഇങ്ങനെ എല്ലാം കൃത്യമായി പാസ്സായി പോകുന്നു. ക്രൂഡ് ഓയിൽ പ്രൈസ് അതിന് വലിയ അനുകൂലമായി ക്രൂഡ് ഓയിൽ പ്രൈസൊക്കെ താഴെ വരുന്നതൊക്കെ തന്നെ നമ്മുടെ എക്കണോമി നല്ലൊരു ഷേപ്പിലേക്ക് പോകും. പക്ഷേ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് റേറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ലെൻഡിങ് റേറ്റ് ബാങ്കുകൾ കുറയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ മാത്രമേ റിയൽ ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോഴത്തെ മൂവ് കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. മാർക്കറ്റ് അതിനോട് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. ഇപ്പോൾ ഈ വന്നിരിക്കുന്നതൊക്കെ തന്നെ ഗ്ലോബലി ഉണ്ടായിരിക്കുന്ന ഒരു സെൽ ഓഫ് ഇപ്പോഴും ഈ FI ഡ്രിവൺ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. FIസിൻ്റെ സെല്ലിംഗ് വരുമ്പോൾ എത്ര എക്കണോമി ബെറ്റർ ആണെങ്കിലും എത്ര ബെറ്റർ സ്റ്റോക്ക് ആണെങ്കിലും സെല്ലിംഗ് പ്രഷർ എന്ന് വെച്ചാൽ ഓവർ സപ്ലൈ വരുമ്പോൾ അതിൻ്റെ ഒരു സെൽ ഓഫാണ് നമ്മൾ കാണുന്നത്. മാർക്കറ്റ് വാച്ചിൽ ഇനി കത്തുകളിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. ഇനി ഈ ആഴ്ച ലഭിച്ച കത്തുകൾ പരിശോധിക്കാം. രമ്യയുടെ മെയിലാണ് ആദ്യം. എമാൻറ്റം ഫിനാൻസ്, സെലാൻ എക്സ്പ്ലോറേഷൻ, വണ്ടാർലാം, എമാൻറ്റം, HGS, സ്നോമാൻ, IPCA തുടങ്ങി ഒരു നീണ്ട ലിസ്റ്റാണ് രമ്യ നൽകിയിരിക്കുന്നത്. ഇതിൽ എമാൻറ്റം ഫിനാൻസ് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 240 to 210 ഇമ്മീഡിയറ്റ് 2 സപ്പോർട്ട് ലെവലാണ്.
300 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സെലാൻ എക്സ്പ്ലോറേഷൻ ആണ്. ഇപ്പോഴും ഒരു അണ്ടർ വാല്യൂലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ക്രൂഡ് ഓയിൽ പ്രൈസിന്റെ ക്രാഷ് തന്നെയാണ് സ്റ്റോക്ക് ഇത്രത്തോളം ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വരാനുള്ള റീസൺ. 250, 200 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 200 ലെവലിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറവാണ്. 320 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വണ്ടർലയാണ്. വലിയൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റേഴ്സിന് ലഭിച്ചിരിക്കുകയാണ് വണ്ടർലയിൽ. ലാസ്റ്റ് വീക്കൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ ആ സ്റ്റോക്കിൽ സംഭവിച്ചിരുന്നു. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷത്തിന്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ വണ്ടർല ബൈ റെക്കമെൻഡേഷൻ കൊടുത്തതാണ്. ഇപ്പോൾ ലാസ്റ്റ് 260 ലെവൽ വന്നതിന് ശേഷം വീണ്ടും ഒരു റിക്കവറി നമ്മൾ ആ സ്റ്റോക്കിൽ കണ്ടിരുന്നു. അഗൈൻ 250 ആൻഡ് 218 വരാനുള്ള സാധ്യത കുറവാണ്. 250 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന വളരെ ക്ലാരിറ്റിയുള്ള മാനേജ്മെന്റ് ആണ്. അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റബിലിറ്റി ഓരോ ക്വാർട്ടറും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. അതൊക്കെ തന്നെ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവും നമ്മൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് വണ്ടർല. 250 ആൻഡ് 218 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 311 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതൊരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ആ ലെവൽ ഒക്കെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ മഹീന്ദ്രയാണ്. ഓട്ടോമൊബൈൽ സെക്ടറിലൊക്കെ തന്നെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ചു. 1200 സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ്. മഹീന്ദ്ര എല്ലാ സെഗ്മെന്റിലും വളരെ സ്ട്രോങ് പ്രസൻസ് ഉണ്ട്. ഇപ്പോൾ എയർക്രാഫ്റ്റിലേക്ക് വരെ ഒരു മൂവ് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് M&M സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സ്റ്റോക്കാണ്. വളരെ നമ്മൾക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കാണ്. അത് തീർച്ചയായിട്ടും ഒരു പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. 1200 ആൻഡ് 1080 രണ്ട് സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുന്ന ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ നല്ല റിട്ടേൺ നൽകാൻ സാധ്യതയുണ്ട്. 1340 ആണ് ഒരു ട്രേഡിംഗ് പ്രോസ്പെക്റ്റീവിൽ 1340 എന്ന് പറയുന്ന ഒരു ഓവർ സപ്ലൈ സോൺ അല്ലെങ്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോഴത്തെ രീതിയിൽ ഹോൾഡ് ചെയ്യുന്നു. ദെൻ HGS ആണ്. ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ് ആണ്. ഒരു ഗ്ലോബൽ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ക്രെഡിറ്റ് കാർഡ്, ഫൈനാൻഷ്യൽ പ്രോഡക്ട്സ്, ഇൻഷുറൻസ് പോളിസി സെയിൽസ്. ഫണ്ടമെന്റലി ആവറേജ് ഫണ്ടമെന്റൽസ് ആണ്. പക്ഷേ യൂറോപ്പ് ക്രൈസിസ് ചിലപ്പോൾ ഈ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കാം. പക്ഷേ ഈ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ഇപ്പോൾ ഒരു ഫെയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. അഗൈൻ 520, 460 ലെവൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് ടൈം ബെറ്റ് തന്നെയാണ് HGS. ഇൻവെസ്റ്റ്മെന്റിന് തീർച്ചയായിട്ടും പരിഗണിക്കുക. 616 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. സ്നോമാൻ അടുത്തൊരു ജനറേഷൻ സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. 78 ആണ്. ലോജിസ്റ്റിക്കിലാണ് അവരുടെ ഫോക്കസ്. 78 ആ ലെവൽ ഒരു മേജർ സപ്പോർട്ട് സോൺ തന്നെയാണ്. ദെൻ അത് ബ്രേക്ക് ആണെങ്കിൽ 72. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 72ലേക്ക് വരാൻ സാധ്യത കുറവാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ 78 ലെവൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. അത് കൂടാതെ തന്നെ ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ പോലും ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കാം. ഓവർ എ പീരീഡ് ഓഫ് 1 ഇയർ എനിക്ക് തോന്നുന്നു 120, 140ലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വണ്ടർല, സ്നോമാൻ പോലെയുള്ള സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 92 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. അത് ഒരു ഇൻവെസ്റ്റർ ഒരിക്കലും ആ ഒരു റെസിസ്റ്റൻസ് നോക്കേണ്ട ആവശ്യമില്ല. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക. ദെൻ ഇപ്ക ലാബാണ്. US FDയുടെ ചില ഇഷ്യൂ ആണ് ഈ സ്റ്റോക്ക് ഇപ്പോഴും റൈഡ് സംഭവിക്കാത്തത്. ബാക്കി ഫാർമ സ്റ്റോക്കിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള അപ്മൂവ് നമ്മൾ കണ്ടു. 700 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് സോൺ. ദെൻ 620 ഈ ലെവലിലേക്ക് ഈ ഫാർമ സ്റ്റോക്ക് വരികയാണെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റുന്ന ഷെയറെ സംബന്ധിച്ച് ഒരു ഫെയർ വാല്യൂ അതല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ് സ്റ്റോക്ക് ഇപ്ക ലാബ് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു റീസൺ ചില ബാൻ ഈ സ്റ്റോക്കിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് 900 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഭാരതി എയർടെൽ ആണ്. ഓപ്ഷൻ സംഭവിച്ചു. വളരെ പോസിറ്റീവാണ്. അതിൻ്റെ റിയാക്ഷൻ നമ്മൾ ആ സ്റ്റോക്കിൽ കണ്ടു. 400 ലെവലിലേക്ക് സ്റ്റോക്ക് ഷാർപ്പായി മൂവ് ചെയ്ത് വരുന്ന നമ്മൾ കണ്ടു. എഗൈൻ 370 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. ഈ ഒരു റൈഡ് ചിലപ്പോൾ 420, 25 ലെവൽ വരെ ഈ സ്റ്റോക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതല്ല ഈ കറണ്ട് ലെവലിൽ ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 370 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. ദെൻ അത് ബ്രേക്ക് ആണെങ്കിൽ 330. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ താരിഫ് അതൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് മാർക്കറ്റ് ചിലപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ മൂവ് നിശ്ചയിക്കുകയുള്ളൂ. എങ്കിലും ഇപ്പോഴത്തെ രീതിയിൽ 370 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ 330 ലെവൽ വരെ പോകാം. പക്ഷേ അതൊരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. വീണ്ടും ഒരു സെക്കൻഡ് സ്റ്റേജ് എൻട്രി ആയിട്ട് 330 നമുക്ക് കൺസിഡർ ചെയ്യാം. 420 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 420 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ദെൻ ICICI ബാങ്ക് ഇൻഷുറൻസ് ബില്ല് പാസ്സായത് ICICI ബാങ്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് മോശമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ സ്റ്റോക്ക് ഒരു അണ്ടർ വാല്യൂലാണ്. ഇപ്പോൾ നമ്മൾ യെസ് ബാങ്കുമായിട്ടും ഇൻഡസ്ഇൻഡ് ബാങ്കുമായിട്ടും ആക്സിസ് ബാങ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യുവേഷൻ കുറച്ച് താഴെയാണ്. ഒരു ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ് ICICI ബാങ്ക് മൂവ് ചെയ്യുന്നത്. ഇൻഷുറൻസ് ബില്ല് പാസ്സായത് തന്നെ ഇവർ തീർച്ചയായിട്ടും ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയിൽ ഒരു ജമ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക.
ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഒരു സപ്പോർട്ട്, ഒരു മേജർ സെൽ ഓഫ് വരികയാണെങ്കിൽ 310 ലെവൽ വരെ വരാം. അത് ബ്രേക്ക് ആണെങ്കിൽ 280 ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വലിയ സെൽ ഓഫ് വരികയാണെങ്കിൽ മാത്രമേ ആ ലെവലിൽ പോകാൻ സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ കറണ്ട് ലെവൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ICICI ബാങ്ക്. 368 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. ഇപ്പോഴും ഈ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക്. അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക്, ഇത് രണ്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 24 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. ഈ റൈഡിൽ എനിക്ക് തോന്നുന്നു പഴയ സ്റ്റോക്ക് മാർക്കറ്റ് 6000 ലെവലിൽ നിൽക്കുന്ന റേറ്റിലാണ് ഇപ്പോഴും സൗത്ത് ഇന്ത്യൻ ബാങ്ക് മൂവ് ചെയ്യുന്നത്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ലോങ് ടൈം ബെറ്റ് എന്നുള്ള രീതിയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 40 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൻ്റെ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഞാൻ ടെക്നിക്കൽ ലെവൽ ലാസ്റ്റ് വീക്ക് പറഞ്ഞു 8647 ക്ലോസിംഗ് സംഭവിച്ച നിഫ്റ്റിയുടെ. ഈ കറണ്ട് ലെവലിൽ നിന്ന് വീണ്ടും 8620 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്കൊക്കെ സെക്കൻഡ് ലെവൽ ട്രിഗർ ചെയ്യാനുള്ള സാധ്യത. അനദർ 8400-450 ലെവലിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു ഗ്രേറ്റ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും. അടുത്ത കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. സമയപരിമിതി മൂലം 2 മെയിലുകൾ ഒരുമിച്ചെടുക്കുന്നു. ഗഫൂറിന്റെ മെയിലാണ്. അദ്ദേഹത്തിന് അറിയേണ്ടത് വെബ്സോൾ, അനന്തരാജ് ആൻഡ് ജിൻഡാൽ സ്റ്റീൽ എന്നീ സ്റ്റോക്കുകളെ കുറിച്ചാണ്. ഒപ്പം തന്നെ ശ്രീ നിഖിലിന് IDBI, ഒപ്പം തന്നെ ടെക്സ്റ്റൈൽ. ഇല്ല, വെബ്സോൾ എനർജി സോളാർ സെൽസ് മാനുഫാക്ചറിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ലോസ് മേക്കിംഗ് ആണ്. 25 and 17 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 40 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഒരു ആവറേജ് ഫണ്ടമെന്റൽസ് ആണ്. ഒരു സ്ട്രോങ് ഫണ്ടമെന്റൽസ് ഈ സ്റ്റോക്കിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ദെൻ ആനന്ദരാജ് റിയൽ എസ്റ്റേറ്റ് ഒരു പ്ലെയർ ആണ്, ഒരു മേജർ പ്ലെയർ തന്നെയാണ്. പക്ഷേ ലാസ്റ്റ് ക്വാർട്ടറിൽ ഒരു ഹ്യൂജ് ലോസ് വന്നു. അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ ആ സ്റ്റോക്കിലും കണ്ടു. ഒരു ഫണ്ടമെന്റൽസ് അത്രത്തോളം സ്ട്രോങ് ഫണ്ടമെന്റൽസ് അല്ല. 40 and 31 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 55 ആണ്. വാല്യുവേഷൻ കുറച്ച് ലോവർ വാല്യൂവിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രധാന റീസൺ സ്റ്റോക്കിൽ പ്രോഫിറ്റബിലിറ്റിയുടെ കുറവ് തന്നെയാണ്. 55 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ജിൻഡാൽ സ്റ്റീലാണ്. കോൾ ഓപ്ഷൻ കിട്ടി, അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് പോസിറ്റീവ് മൊമെൻറ്റം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. 170 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ അത് ബ്രേക്ക് ആണെങ്കിൽ 140. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 140 ലെവലിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. 220 സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. 220 ലെവലിലേക്ക് ജിൻഡാൽ സ്റ്റീൽ റിക്കവറി സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് സെൽ ഓഫ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ദെൻ IDBI ബാങ്ക് ആണ്. ഈ ഒരു സ്റ്റോക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാൻ സാധിക്കാത്തൊരു സ്റ്റോക്ക് തന്നെ. കാരണം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് മൈനസ് റിട്ടേൺ നൽകുന്ന ഒരു ബാങ്ക് തന്നെയാണ്. തൽക്കാലം ഒരു ഷാർപ്പായുള്ള കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. മറ്റ് നല്ല സ്റ്റോക്കുകൾ ഇപ്പോഴും അവൈലബിൾ ആണ്. 70 and 62 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 88 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടെക്സ്റ്റൈലാണ്. ഹെവി എഞ്ചിനീയറിംഗ് ഡിവിഷനിലാണ്. ഫ്രൈറ്റ്, കാർഗോ, ഇതിലൊക്കെ തന്നെയാണ് ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഫണ്ടമെൻ്റലി അത്ര സൗണ്ടല്ല. ലോസ് മേക്കിംഗ് ആണ്. 130, 110 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 170 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ അത്രത്തോളം ഫണ്ടമെൻ്റലി സൗണ്ട് അല്ല. എനിക്ക് തോന്നുന്നു ഈ പോർട്ട്ഫോളിയോ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. മാർക്കറ്റ് വാച്ചിൻ്റെ ലക്കം അവസാനിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീണ്ടും ഒരു ചെറിയ കറക്ഷൻ ഒരുപക്ഷെ വിപണിയിൽ സാധ്യതയുണ്ട് എന്ന് വേണം നിക്ഷേപകർ കരുതുവാൻ. അതൊരു നിക്ഷേപ അവസരമായി തന്നെ കാണുക. അത്തരത്തിൽ പക്ഷേ ഒപ്പം തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ വിപണി വളരെ പോസിറ്റീവാണ് എന്ന വിലയിരുത്തലും നടത്തുന്നു. ഹെഡ്ജ് സെക്യൂരിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പകർത്തത്. മാർക്കറ്റ് വാച്ചിൻ്റെ അടുത്ത ലക്കം ഇനി അടുത്ത ആഴ്ച. നമസ്കാരം.